കലഞ്ഞൂർ കുടുത്ത സ്വദേശി അനന്തുവിനെ കമ്പികൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ശ്രീകുമാറിന് ജീവപര്യന്തം കഠിന തടവിനും 1.25 ലക്ഷം രൂപ പിഴയൊടുക്കുന്നതിനും ശിക്ഷ വിധിച്ചു. പത്തനംതിട്ട ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി 3 ജഡ്ജി മിനിമോളസിന്റേതാണ് വിധി. 2023 ഫെബ്രുവരി 5 കലഞ്ഞൂർ കുടുത്ത എന്ന സ്ഥലത്ത് അനന്തു ഭവനിൽ അനന്തുവിനെ കാണാനില്ല എന്ന അനന്തുവിന്റെ പിതാവ് രാജൻ കൂടൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നതോടെയാണ് സംഭവങ്ങളുടെ ചുരുളഴിയുന്നത്. അന്നത്തെ കൂടൽ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായിരുന്ന ദിജേഷ് അനന്തുവിനെ കാണാനില്ല എന്ന സംഭവത്തിന് മൊഴി രേഖപ്പെടുത്തി കേസെടുത്തു. അന്വേഷണം പുരോഗമിക്കവേ സമീപ പ്രദേശത്ത് കുടുത്ത കനാലിൽ നിന്നും അനന്തുവിന്റെ മൃതദേഹം ലഭിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ അല്പം അകലെയായി കനാലിൽ നിന്ന് തന്നെ ഒരു ഇരുമ്പ് കമ്പിയും രക്തം പുരണ്ട വസ്ത്രങ്ങളും ലഭിച്ചു. അന്വേഷണത്തിൽ വസ്ത്രങ്ങൾ അനന്തുവിൻ്റേതല്ല എന്ന് മനസ്സിലാക്കിയ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. തുടർന്നാണ് അനന്തുവിന് കുടുത്ത എന്ന സ്ഥലത്ത് തന്നെയുള്ള കനാൽ പുറമ്പോക്കിൽ ചെറിയ വിലാസം വീട്ടിൽ കൊച്ചുകുഞ്ഞി എന്ന് വിളിക്കുന്ന ശ്രീകുമാറിന്റെ ഭാര്യയുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് ആരോപിച്ച് ശ്രീകുമാറുമായി പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കിയത്. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. അന്വേഷണത്തിൽ ശ്രീകുമാർ ഒളിവിലാണെന്നും കനാലിൽ നിന്നും ലഭിച്ച രക്തം പുരണ്ട വസ്ത്രങ്ങൾ ശ്രീകുമാറിൻ്റേതാണെന്നും മനസ്സിലായി. തുടർന്ന് വിശദമായ അന്വേഷണത്തിനൊടുവിൽ കുളത്തുമണ്ണ് എന്ന സ്ഥലത്ത് വനപ്രദേശത്തിനോട് ചേർന്ന് ഒളിത്താവളത്തിൽ നിന്ന് ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്തു. കേസന്വേഷണം പൂർത്തിയാക്കി പ്രതിക്കെതിരെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത് കൂടൽ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന പുഷ്പകുമാറാണ്. ദൃക്സാക്ഷികൾ ആരുമില്ലാതിരുന്ന കേസിൽ സാഹചര്യ തെളിവുകൾ കൊണ്ടും ശാസ്ത്രീയ തെളിവുകൾ കൊണ്ടുമാണ് പ്രതിക്കെതിരെ കുറ്റം തെളിയിച്ച് ശിക്ഷ വാങ്ങി നൽകാനായത് എന്ന് കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ബെന്നി വി പറഞ്ഞു. ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്ന കേസിൽ ശരിയായ രീതിയിൽ അന്വേഷണം നടത്തിയ പോലീസ് സംഘത്തെ അദ്ദേഹം അഭിനന്ദിച്ചു. കോടതി നടപടികളിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മഹേഷ് സഹായിയായി പ്രവർത്തിച്ചു. ന്യൂസ് ബ്യൂറോ, കോന്നി.